ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. നമ്മുടെ ഭാരതത്തിലെ ആത്മീയ ദർശനം ഗുരുദേവനിലൂടെ നമ്മെ പതിപ്പിക്കുന്നത് ഈ സൃഷ്ടിയുടെ തുടക്കവും അതിന്റെ ഒടുക്കവും പരമാത്മാവിൽ മാത്രമടങ്ങിയ ശക്തിവിശേഷത്താൽ സംഭവിക്കുന്നതാണെന്നതാണ്. ഈ സൃഷ്ടിരഹസ്യത്തെ വെളിപ്പെടുത്തുവാനായി ഈ ലോകത്തു 2500 വർഷങ്ങൾക്കിടയിൽ പരമാത്മ ചൈതന്യം പേറി ഈ ഭൂമിയിൽ ജന്മമെടുത്ത ഋഷിവര്യന്മാരായ ആത്മീയാചാര്യന്മാരും പരമാത്മാവിന്റെ പാതയിലെ അറിവിന്റെ സഞ്ചാരികൾ മാത്രമായി ലോകമയ്ക്കായി ജീവിച്ചു സഞ്ചരിച്ചവരാണ്. ഇവരുടെ വിഭിന്നമായ അഭിപ്രായങ്ങൾ അഥവാ മതങ്ങൾ അവർ ലോകത്തു കൊണ്ടുവന്നുവെങ്കിലും സൃഷ്ടിയുടെ ആരംഭവും അവസാനവും പരമാത്മാവിലെന്നത് ഉറപ്പിക്കുന്ന അറിവിന്റെ ഉടമകളാണ് ഈ ജന്മങ്ങളെല്ലാം. ആധുനിക യുഗപ്പിറവിയോട്ടൊത്തു അവതാരജന്മമെടുത്ത ഗുരുദേവനും ആധുനിക ലോകത്തിനു ചേരുന്ന രീതിയിൽ തന്റെ ഉന്നതമായ ആത്മീയ അറിവിന്റെ പുതിയ പുതിയ രഹസ്യങ്ങളെയാണു നമുക്കു നൽകിയത്. ഇവയ്ക്കെല്ലാം ആകെക്കൂടിയുള്ള ഏകമതം എന്ന യോജിപ്പുണ്ടാക്കുന്ന ആത്മീയ സഞ്ചാര വീതി അവസാനിക്കുന്ന ഏകമായ ശക്തിയുടെ പൊരുളിലടങ്ങിയ ഉണ്മയെയാണ് ഗുരു സ്വീകരിച്ച അറിവിലടങ്ങിയ അദ്വൈതം എന്നു വിശേഷിപ്പിക്കുന്നത്. ഈ സൃഷ്ടിയിലടങ്ങിയ പ്രപഞ്ചം അതിനൊട്ടുത്ത സർവചരാചരങ്ങളും ഒരേ ലക്ഷ്യത്തിലടങ്ങിയ യാത്രയിലാണെന്നും അതിനാൽ ഈ യാത്ര പ്രപഞ്ചപ്രവാഹം ആണെന്നും ഗുരുമൊഴികൾ ഉണ്ട്. ധർമ്മത്തോട്ടൊത്ത കർമ്മം ചെയ്യുക മാത്രമാണ് മനുഷ്യജന്മങ്ങൾക്കു ഈ ഒഴുക്കിനോട്ടൊത്തു ചെയ്യുവാനുള്ളതെന്നും ഗുരുമൊഴികളുണ്ട്. ധർമ്മം ഈ പ്രപഞ്ചപ്രവാഹത്തിലടങ്ങിയ അറിവിനെ അറിയുന്നതും കർമ്മം പരമാത്മസങ്കല്പത്തിനനുസരിച്ച് ചെയ്തു തീർക്കേണ്ട അറിവിനെ ഉൾക്കൊണ്ടു പ്രവർത്തിക്കുന്നതുമാണ്. അതിനാൽ സൃഷ്ടിവിശേഷമായ പ്രപഞ്ചസുഖം ധർമാധിഷ്ഠിതമായ കർമ്മത്തിന്റെ ഫലമാണെന്നും ഗുരുമൊഴികൾ ഉള്ളതു നാമറിയേണ്ടതാണ്. നമസ്തേ.